വിശ്വസിക്കാൻ പറ്റണില്ല. കൊള്ള പന്നി. എന്നാലും നമ്മൾ രണ്ടുപേരെയും പറ്റിച്ചില്ലേടി അവൻ. നമ്മൾ തമ്മിൽ നേരത്തെ കോണ്ടാക്ട് ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇത്രയും നാൾ നമ്മളെ പറ്റിക്കില്ലായിരുന്നു. ആ ബെസ്റ്റ്. അതിന് വല്ലപ്പോഴൊക്കെ സ്കൂൾ ഗ്രൂപ്പിൽ കയറണം. ഇത് മെസ്സേജ് ചെയ്താലും റിപ്ലൈ ചെയ്യൂല. ദയവായിട്ട് നമ്മളിപ്പോ കണ്ടുപിടിച്ച് അവന്റെ കളത്രമൊക്കെ പൊളിക്കാനായിട്ട്. അതെന്തി വിളിച്ചായിരുന്നോ? ഒരു അരമണിക്കൂർ മുന്നേ. വരും, എന്തായാലും വരാതിരിക്കില്ല. പ്ലാനൊക്കെ സെറ്റ് അല്ലേ? വന്നു തോന്നുന്നുണ്ട്. നീയേ അകത്തേക്ക് ഇരിക്കേ. നിന്റെ പ്രകടനം അവസാനമായിട്ടൊന്ന് കാണാലോ. ചിരിച്ചു നിന്റെ അവസാനത്തെ ചിരിയോടെ തേണ്ടി. എന്താടി ഒരു ഓഞ്ഞ ചിരി? അതില്ലേ, ഞാനില്ലടാ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ന്യൂസ് കണ്ടു. ഒരുത്തനെ രണ്ടുപേരുമായിട്ട് പ്രേമം. എന്നിട്ടെന്താ, അതിലൊരുത്തി അവന്റെ തലക്കടിച്ചു പോകുന്നു. നിനക്ക് ഈ ന്യൂസ് കേട്ടിട്ട് നീ തോന്നണ്ടാ? തോന്നി. എന്താ തോന്നിയേ? സാധാരണ ഇതുപോലത്തെ ചവറണെങ്കിൽ ന്യൂസൊക്കെ ഫേസ്ബുക്കിൽ വരാറ്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ വന്നു തുടങ്ങിയില്ലേ? അവന്റെ ഒരു കണ്ടുപിടുത്ത. നിനക്ക് ഇങ്ങനത്തെ വൃത്തിയേട്ടവന്മാരെ കുറിച്ച് എന്താണ് അഭിപ്രായം? എന്താ അഭിപ്രായം? നീ അതിനെ ആശയില്ലാത്തായിരുന്നു സംസാരിക്കണേ. നീ ഒരു ചായട്ടെ. പന്നി. ചായ ചായ എടുക്കില്ല, കുറച്ചേരം കഴിഞ്ഞ് ഞാൻ സദ്യ തരാം. കൊള്ളാം. അവിയൽ പായസം. എനിക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അവളിപ്പോ ഉണ്ട് 2 വർഷമായിട്ട് ബാംഗ്ലൂര്. ഞങ്ങൾ ഇന്നാണ് മീറ്റ് ചെയ്തത്. ഞാൻ അറിയാത്തൊരു ഫ്രണ്ട്. ഇവളെ കുറിച്ച് മാത്രം ഞാൻ നിന്നോട് പറയാതിരുന്നേ. പറഞ്ഞിരുന്നെങ്കിൽ നേരത്തെ തന്നെ തീരുമാനമായാനെ. എന്ത് തീരുമാനം? നിന്റെ ജോലിയില്ലേ, അവള് വിചാരിച്ച നിനക്ക് ബെറ്റർ ആയിട്ടൊരു ജോലി കിട്ടും. അതിനെ കുറിച്ചാ. വേണോ? വേണോ? ജോലിയുടെ കാര്യല്ലേ? പിന്നെ റിഗ്രറ്റ് ചെയ്യരുത്. ഞാനിതിനെ റിഗ്രറ്റ് ചെയ്യണ? നിനക്കെന്നെ വട്ടായ? വട്ടൊന്നല്ല, ആളിവിടെ ഉണ്ട്. നീ സംസാരിച്ചു നോക്ക്. സെറ്റ് ആവുകയാണെങ്കിൽ ലോട്ടറിയാ. നീ അവളെ വിളി, ഞാൻ അവളെ വളച്ചെടുക്കോളാം. നീ വളച്ചെടുക്കാൻ ബെസ്റ്റാന്ന് എനിക്ക് അറിയാം. വിളിക്കാല്ലേ? എടി ഇങ്ങ് പോന്നേക്ക്. എന്തിനാ പട്ടി നീ ഞെട്ടാത്തത്? എന്തിനേട്ടണം? ഞാൻ നിന്റെ ആരാ? എന്റെ ലവർ. അപ്പൊ ഞാനോ? എനിക്ക് നിന്നെ ഇഷ്ടാ. കഴിഞ്ഞ ഉളുപ്പുണ്ടോടാ നിനക്ക്? ഉളുപ്പ്. നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്താണ്? നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. സ്നേഹിക്കുന്നത് വലിയ അപരാധമാണെന്ന് ഞാൻ ഇപ്പോഴാണ് തിരിച്ചത്. ഊളത്തരം ചെയ്തിട്ട് ന്യായീകരിക്കരുത് കണ്ണാ. എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. എടി നീ കൊന്നോ, പക്ഷെ എനിക്കൊരു കാര്യം അറിയണം. ഞാൻ സ്നേഹിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചോ? നിങ്ങൾ രണ്ടുപേരോടും ഞാൻ മോശമായിട്ട് എന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടോ? പിന്നെ സിനിമയ്ക്ക് പോണത് എന്റെ കാശിന്, മിണുങ്ങാൻ പോണത് എന്റെ കാശിന്. ഈ ഗിഫ്റ്റില്ലേ, അത് വാങ്ങിച്ചു തരണേ ഞാൻ. എന്റെ നാണുണ്ടോ, ഉൾപ്പുണ്ടോ എന്നോട് ചോദിക്കാൻ? ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം. പണ്ട് 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 എൻ്റെ അമ്മ നിറ കണ്ണുകളോട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോനെ ജീവിതത്തിൽ വിവാഹം ഒരിക്കലേ നടക്കും. അതുകൊണ്ട് മോൻ കെട്ടാൻ പോകുന്ന പെണ്ണിന് ഈ അമ്മയെ പോലെ നല്ല ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. നിങ്ങളിൽ ഞാൻ എൻ്റെ അമ്മയുടെ കുറച്ച് നല്ല ഗുണങ്ങൾ കണ്ടിരുന്നു. കുറച്ചുകൂടി കണ്ടെത്താനുണ്ട്. അതുകൂടി കണ്ടെത്തിയിരുന്നെങ്കിൽ
നിങ്ങളിൽ ഒരാളെ ഞാൻ കിട്ടുമായിരുന്നു. ഒരു മകൻ അമ്മയുടെ അവസാന ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഒന്ന് പ്രയത്നിച്ചു. നിങ്ങളൊന്നും അറിയണം, എന്റെ അമ്മ ഈ ലോകത്തുള്ള മുഴുവൻ സ്വർണ്ണമൊന്നും ആവശ്യപ്പെട്ടില്ല. ആവശ്യപ്പെട്ടതോ നല്ലൊരു പെൺകൊച്ച്. അതെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കണ്ടേ? നിങ്ങൾക്ക് ഇതൊക്കെ വെറുതെ തമാശയായിരിക്കാം, പക്ഷെ എനിക്ക് എന്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു. മമ്മി, കഴിഞ്ഞ നിന്റെ നാടകം? നീ ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ വരാട്ടോ. എന്താണ്? പിന്നെ എന്തൊക്കെയാ അമ്മയുടെ ബാക്കി ഗുണങ്ങൾ? അതായിരുന്നു അതിപ്പോ പഞ്ച്വാലിറ്റി, ഒബീഡിയൻസ്, നല്ല കുറെ ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മള്. നിനക്കറിയാലോ, ഞാൻ ആരെ കുറിച്ച് അവന് കുറ്റം പറയാറില്ല. അതെനിക്ക് അറിഞ്ഞൂടെ. ഈ ഗോപികയില്ലേ, ഇവക്കില്ലേ 10ാം ക്ലാസ്സിൽ വെച്ചിട്ടേ ഒരു പ്രണയം ഉണ്ടായിരുന്നു. അതും സ്കൂൾ മാഷായിട്ട്. അയ്യേ, കേൾക്കുമ്പോ തന്നെ അയ്യേ. ഒന്ന് ആലോചിച്ച് നോക്കേ, ആ മാഷിനെ നാട്ടുകാരെ കൂടിയിട്ടില്ലേ അടിച്ചിട്ടുണ്ട്. എന്തിനാന്നറിയോ? എന്തിനും? ഗോപികേനെയും മാഷിനെയും കൂടെ ബാത്റൂമിൽ വെച്ച് എന്താ പോലെ അല്ലേ? അല്ലെങ്കിൽ ആർക്കാണ് ഇങ്ങനത്തെ നാട്ടു കേസൊക്കെ സംസാരിക്കാൻ? നീ ഇനി അവളായിട്ട് കൂട്ടൊന്നും വേണ്ട കേട്ടോ. എനിക്കിപ്പോ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, നിന്റെ കുടുംബക്കാരെയൊക്കെ കാണണം. പിന്നെ നിന്റെ അമ്മയുടെ കുഴിമാടത്തില് പൂവൊക്കെ വെച്ച് പ്രാർത്ഥിക്കണം. പൂക്കളാ? അതിനെന്റെ അമ്മ മരിച്ചിട്ടില്ല. ഇല്ലേ? ഇല്ല. നീയല്ലേ നേരത്തെ പറഞ്ഞത് അവസാനത്തെ ആഗ്രഹമാണ്? അത് അമ്മേനെ അവസാനമായിട്ട് കണ്ടപ്പോൾ ആഗ്രഹമായിരുന്നു, അതേ ഞാൻ വീട്ടിൽ പോയിട്ടില്ല. നീയേ ഇനി എന്തായാലും വേഗം വീട്ടുകാരുടെ അടുത്തും അമ്മയുടെ അടുത്തും ഒക്കെ എന്നെ കുറിച്ച് പറഞ്ഞോളൂ കേട്ടോ. പറയാട്ടോ. ഇനി ലേറ്റ് ആക്കല്ലേ. എന്നാ ശരി, പോവാ. വാ. അവളുടെ വാക്കിട്ട് ഞാൻ എടുത്തിയാടിയോ? കുറച്ച്. അല്ലെങ്കിലും കണ്ണൻ ഗോപികയെ ചതിക്കുമെന്ന് അങ്ങനെ ചിന്തിക്കാൻ മാത്രം പൊട്ടിയാണോ ഞാൻ? അതാണ് ഞാൻ ആലോചിച്ചത്. കണ്ണന്റെ അച്ഛൻ അമ്പല കമ്മിറ്റി പ്രസിഡന്റ്, അവളാണെങ്കിൽ വേറെ കാസ്റ്റും. അപ്പൊ അത് ഭയങ്കര പ്രോബ്ലം ആവില്ലേ? എന്ത് പ്രോബ്ലം? പ്രോബ്ലം ആയില്ലെങ്കിൽ അവൾക്കൊരു പ്രോബ്ലം ഉണ്ട്. എന്ത് പ്രശ്നം? അവള് രാത്രി എണീറ്റ് നടക്കും ഉറക്കത്തിൽ. അതിപ്പോ ഓരോരുത്തരുടെ അവസ്ഥയല്ലേ. അവസ്ഥ. ഒരു ദിവസം അവള് രാത്രി ഇതുപോലെ ഉറക്കത്തിൽ എണീറ്റ് നടന്ന് അടുക്കളയിൽ പോയി കത്തിയെടുത്ത് അവളുടെ ഉറങ്ങിക്കിടന്ന പപ്പനെ വെട്ടി 12 സ്റ്റിച്ച്. കയ്യിലായതുകൊണ്ട് രക്ഷപ്പെട്ടു, കഴുത്തിലായിരുന്നെങ്കിലോ? അതുകൊണ്ട് അവളോട് ആരും കിടക്കാറില്ല. കണ്ണൻ റിസ്ക് എടുക്കരുത് കേട്ടോ. മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ഇനി എന്നെ എങ്ങനെ വേണ്ട വെച്ചാ അവളെ കിട്ടിയ നീറ്റെന്ന് പറഞ്ഞ അകത്താക്കും. തെളി വേണ്ട എന്റെ ഇത്രയും പറഞ്ഞിട്ടും അന്ന മതിയെന്നാണെങ്കിൽ ആയിക്കോ. പക്ഷെ ഗോപിക ചാവും. അതിനു മുന്നേ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ പോയി. ശരിയാവില്ല. Just escape, Daddy. ഹലോ അഞ്ജലി, എവിടെയാണ്? വീട്ടിലാണോ? ഒറ്റയ്ക്ക? എന്നാ പോരാവേ. ഓക്കെ അഞ്ജലി.